പുറത്ത് നല്ല മഴയും ഇവിടെ നല്ല ചൂട് കരിമീൻ വാഴയിൽ പൊളിച്ചു. കരിമീനിലേക്ക് പുരട്ടി വെക്കാൻ ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി ചെറുനാരങ്ങ നീര്. കരിമീനിലോട്ട് ഞാൻ ആ ഉപ്പും കുരുമുളകും മഞ്ഞളും ചെറുനാരങ്ങ നീരും കൂടി ഇട്ടത് പുരട്ടി ഒന്ന് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. ഇത് പിടിക്കാനാണ്. ചട്ടി അടുപ്പിലോട്ട് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ മതി. നമ്മൾ പുരട്ടി വെച്ച കരിമീനൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിടുകയാണേ. ചെറുതായിട്ട് എന്താ മതി, മൂപ്പിക്കണ്ട. ഇതൊന്ന് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ആ സമയത്ത് ഇപ്പുറത്തെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഞാൻ എണ്ണ ഒഴിച്ച് വേണ്ടേം പണി തീർക്കാം. എന്നിട്ട് വേണ്ടേ ചൂടോടെ ഇത് കഴിക്കാനായിട്ട്. ഇത് ഇച്ചിരി എണ്ണ വേണേ. ഇതിലോട്ട് ആദ്യം വേപ്പില ഇടുകയാണേ. ഇത്ര ഇഞ്ചി ചതച്ചിടുന്നത്, ചെറുതായിട്ടൊന്ന് ചതച്ച് ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി ഇതിട്ട് ഒന്ന് വാട്ടട്ടെ. ഇത് തന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ മുഴുവൻ അരിഞ്ഞേക്കണേ. സവോള എടുത്തിട്ടില്ല. ചെറിയ ഉള്ളി തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പം ഇത് പറ്റാത്തവർക്ക് വേണമെങ്കിൽ സവോളയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിപ്പം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റട്ടെ. നന്നായി വഴന്നു കഴിയുമ്പം ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇത്രയും കൂടെ ചേർക്കുക. അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇച്ചിരി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ഇതിലോട്ട് ഞാൻ 2 തക്കാളി ഇതൊന്ന് വഴന്ന് വരണേ. അതിൻ്റെ അകത്തോട്ട് ഞാൻ നമ്മുടെ കരിമീൻ പുരട്ടി വെച്ചില്ലേ, ആ വെള്ളം അതൊന്ന് ചേർക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എല്ലാവരും. സവാള നല്ല വാടി ഒക്കെ വന്ന് ഇനി ഇതിനകത്തോട്ട് ഞാൻ 1-ാം പാല് ചേർക്കുകയാണേ. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയും ഈ സമയത്തും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ. ഞാനപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം മധുരം ചേർക്കും, പഞ്ചസാര ചേർക്കുവേ. ഇത് വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി. പക്ഷേ ഇതുകൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒരു രസം. ഒരു 1/4 സ്പൂണേ ഞാൻ ഇട്ടുള്ളേ. അപ്പം നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. കരിമീൻ കണ്ട ഈ പാകത്തിനുമായിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലെ പൊതിഞ്ഞ് കൊണ്ടുവരാവേ. ആദ്യം ഇല വാട്ടിയതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് ഗ്രേവി ആവശ്യമുള്ളത് ഇങ്ങനെ വെക്കുകയാണ്. അതിലോട്ട് നമ്മുടെ വറുത്ത് വെച്ച കരിമീൻ ഇടണം. വീണ്ടും അതിൻ്റെ പൊക്കത്തോട്ട് വാഴയിലോട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. വാഴ നാര് കൊണ്ട് ഇത് കെട്ടി വെക്കുകയാണ്. ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ഒരല്പം വെളിച്ചെണ്ണ, അത് നമ്മുടെ ഇല കരിഞ്ഞു പോകാണ്ടിരിക്കാനും മാത്രം മതിയേ, വെച്ചിട്ട് നമ്മൾ ഈ പൊതിഞ്ഞ് വെച്ച മീനൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ചട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഇച്ചിരി മൂടി ഒരു സിമ്മിലിട്ട് വെക്കാവേ, മറിച്ചിടാവേ. ഇങ്ങനെ കൂടെ ഇട്ടിട്ട് ഇതും കൂടെ ഒന്ന് ഒരു 5 മിനിറ്റ് വരെ ഇതൊന്ന് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് വരാം. അപ്പം നമ്മുടെ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് റെഡിയായിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഇതിൻ്റെ അരപ്പിനൊക്കെ ഭയങ്കര രസം കേട്ടോ. ആ ഉപ്പും പുളിയും എല്ലാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്.
ഇവിടെ ചൂടാ. ഞാൻ വെറുതെ പറയുന്നത് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഇതെല്ലാവരും ഇടയ്ക്കെങ്കിലും നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും നമ്മൾ സാധാരണ കറികളല്ലേ വെക്കണേ, ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കഴിച്ച് നോക്കാം കേട്ടോ. അടിപൊളിയാണ്.